കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലം ആയിരിക്കുന്നു. നമ്മൾ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ ഹല്ലേലൂയ മനസ്സലിയുന്നൊരു ദൈവം. പണ്ട് ഞാൻ ആശുപത്രി കിടന്നിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ കർത്താവിനോട് ഈ വചനം ഇടപെടുവാനിടയിൽ തീർന്നു: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിലേക്ക് തുറന്നിരിക്കുന്നു. അത് 34-ാം സങ്കീർത്തനത്തിലാണ് ആ വാക്യം കാണുന്നത്. ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ദിവസം ഇരുന്നപ്പോൾ കർത്താവ് ഈ വചനം പിന്നെ ഇടപെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഏത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ചെവി തുറന്നിരിക്കുന്നുവെന്ന് കാണുവാൻ തക്കവണ്ണം തീർക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നടപ്പിനെ ദൂഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായും തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിൻ്റെ ഒരു മുൻകുറി. നമുക്കറിയാം, ജലപ്രളയം വന്നപ്പോൾ എല്ലാവരും ഹല്ലേലൂയ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. പക്ഷെ ആ മുങ്ങി മരിച്ച സമയത്ത് അത് സ്നാനത്തിനൊരു മുൻകുറി. വെള്ളത്തിൽ കൂടിയാണ് ഈ 8 പേർ രക്ഷപ്പെടുവാനായി തരുന്നത്, നോഹയും അവൻ്റെ കുടുംബവും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം കഷ്ടം സഹിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ വലിയ പ്രതിഫലം ഉണ്ടെന്ന് ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രയും. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 5-ന്റെ 7-8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കെടുത്താണ് ഇരിപ്പീൻ. ഹല്ലേലൂയ. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തുന്നു. അതുകൊണ്ട് ആ ബലമുള്ള കൈകീഴ് എപ്പോഴും നമ്മൾ താണിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സകല ചിന്താവലകവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തൊഴുപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്ന് നീക്കും അവനുള്ളത്. ആമേൻ. അപ്പോൾ കൃപാലുവായ ദൈവം നമ്മളെ ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നോഹയുടെ പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ
പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിലും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരൻ ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കുവാനുള്ളത്. ആമേൻ. സകലവും ഹല്ലേലൂയ മഹത്വമാണ്. നമ്മളെന്ത് ചെയ്താലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടിയാലും പ്രസംഗിച്ചാലും ശുശ്രൂഷിച്ചാലും അതെല്ലാം ദൈവത്തിന് മഹത്വമായിരിക്കണം. ഹല്ലേലൂയ ആ ദൈവമഹത്വം നമ്മൾ വെളിപ്പെടുമാർ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾക്ക് വെളിപ്പെടുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നിന്ന ഹേതുവായി നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടതെന്നാണ് തിരുവചനത്തിൽ ഹല്ലേലൂയ കാണുവാനിടയൊക്കെ തീർക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവായ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയാ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഇത് നമ്മിൽ തുടങ്ങിയ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാവിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ ഹല്ലേലൂയ തങ്ങളുടെ പ്രാണനെ ഹല്ലേലൂയ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ഒരിക്കൽ ഹല്ലേലൂയ ഞാൻ ഒരു ഭയങ്കര ശ്വാസം മുട്ടൽ വന്ന് ഞാൻ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ ഭാരപ്പെട്ടപ്പോൾ കർത്താവ് ഹല്ലേലൂയ വചനം അയച്ചെന്നെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആ വചനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ റൂം പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം ആ ദൈവത്തിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ തക്കണം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഹല്ലേലൂയ കടന്നു വരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിങ്ങനെ മുറിയിൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ ചുമച്ച് ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ ഒരു കൈ എന്നെ സ്പർശിക്കുന്നത് എനിക്ക് കാണുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആരാ തൊട്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ വിളിച്ചു വീട്ടിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും അല്ല. ഹല്ലേലൂയ. അപ്പോൾ എന്നെ ആ തൊട്ടത് കർത്താവിൻ്റെ കൈയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ആ തൊട്ട മാത്രയിൽ തന്നെ ഹല്ലേലൂയ എൻ്റെ ആ പ്രയാസങ്ങൾ സ്റ്റോപ്പ് ആകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൈ ഹല്ലേലൂയ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. നീതിമാന്മാരുടെ നിലവിളിക്ക് വേണ്ടി ഹല്ലേലൂയ ആ തുറന്നിരിക്കുന്ന ഒരു കരം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ആശുപത്രിയിൽ
എൻ്റെ പ്രസവ സമയത്ത് ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഹല്ലേലൂയ കിടക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദിവസം മുഴുവനും ഞാനിങ്ങനെ കരഞ്ഞ് കിടക്കുക ഹല്ലേലൂയ. കാരണം അവർ പറയുന്നത് മാസം തികഞ്ഞിട്ടില്ല, 7 മാസമേ ആയിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ആകാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ എന്നെ ഹല്ലേലൂയ ട്രിപ്പൊക്കെ തന്നിട്ടിരിക്കുക. ആ സമയത്ത് ഹല്ലേലൂയ എനിക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ മേശപ്പുറത്ത് ഇങ്ങനെ കരഞ്ഞ് കിടക്കുമ്പോൾ കർത്താവ് ഒരു വചനം എൻ്റെ മനസ്സിനകത്തേക്ക് കൊണ്ട് തരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ടാണ് കിടന്നത്. ഹല്ലേലൂയ. ആ നിലവിളിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കൈ ഹല്ലേലൂയ എൻ്റെ അടുത്തേക്ക് വരുവാനിടയിൽ തീർന്നു. വേറെ ആർക്കും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ ഒരു മനുഷ്യർക്കും അവിടെ കയറി വരാൻ പറ്റില്ല. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൈ ഹല്ലേലൂയ ആ നിലവിളിക്ക് തുറന്നിരിക്കുന്നു എന്ന് ഹല്ലേലൂയ എന്നോട് ദൈവം സംസാരിച്ചു. ഹല്ലേലൂയ. ഉടനെ ഹല്ലേലൂയ ആ ഡോക്ടർ കടന്നു വരികയും ഹല്ലേലൂയ എൻ്റെ ഡെലിവറി കേൾക്കുകയും ചെയ്യുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും അവൻ്റെ ചെവി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിലവിളിക്ക് വേണ്ടിയും തുറന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായിട്ടും ഹല്ലേലൂയ ആ ചെവി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഹല്ലേലൂയ വേദനിക്കുന്ന അനുഭവത്തിലാവുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 പേരുള്ള വേദഭാഗങ്ങൾ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹസ്രദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇപ്പോൾ ഉണ്ട് അനുഭവങ്ങൾ ഹല്ലേലൂയ, ആ അനുഭവങ്ങളെല്ലാം കൂട്ടിക്കൊള്ളുവിൻ. കാരണം അവൻ നമ്മളെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചതാണ്. എന്തിനാണ് വിളിച്ചത്? ഹല്ലേലൂയ. അവൻ്റെ ഹല്ലേലൂയ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനം ചെയ്തിരിക്കുന്നല്ലോ. ജീവന് വേണ്ടതും ഭക്തിക്ക് വേണ്ടതും അവൻ ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്യ ലേഖനം 3:3 പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വിശ്വസ്തൻ, അവൻ ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ ദുഷ്ടൻ ഉപദ്രവിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞിരിക്കുന്നത് 27-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, യഹോവൻ്റെ വെളിച്ചവും രക്ഷയാകുന്നു. ഹല്ലേലൂയ. ഞാൻ ആരെ ഭയപ്പെടും? യഹോവൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നാൻ അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ശത്രുക്കൾ അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ കർത്താവ് ദുഷ്ടൻ്റെ കയ്യിലാവപ്പെടാതെ നമ്മളെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ, അനേക കുടുംബജീവിതങ്ങൾ തകർക്കുന്നതായ മിഥ്യാന്യ നുഖമുണ്ട്. ആ നുഖമൊക്കെ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ കഴുത്തിൽ നിന്ന് ആ ബന്ധനമൊക്കെ അറുത്ത് കളയുന്ന ദൈവത്തിൻ്റെ ശക്തി ഹല്ലേലൂയ എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണെന്ന് കാണുവാൻ തക്കോണം ഹല്ലേലൂയ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നാളുകളൊക്കെ സമീപിക്കുന്നു തോറും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അധികമധികമായി ചെയ്യുവാൻ തക്കോണം ഹല്ലേലൂയ നമ്മളെ ദൈവം സഹായിക്കുമാറാകട്ടെ. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ അവൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഹല്ലേലൂയ.
അപ്പം അധികം നമ്മൾ കർത്താവിൻ്റെ ആ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം. ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയത്താൽ പ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലൽ ഭക്തികെട്ട നടക്കുന്നവർക്ക് ശുഷ്കാന്തി ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ വലഞ്ഞുപോയ ഒരു നീതിമാനെ കുറിച്ച് അവിടെ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഈ അന്ത്യകാലത്ത് നമ്മൾ ആരും വലഞ്ഞു പോകാൻ അനുവദിക്കരുത്. അനേക അധർമ്മമായ പ്രവൃത്തികൾ കാണുമ്പോൾ മനുഷ്യരുടെ നല്ല മനസ്സാക്ഷി ഹല്ലേലൂയ നൊന്തു പോവുക, വേദനിച്ചു പോവുക. പക്ഷേ കർത്താവ് വരാൻ താമസിക്കത്തില്ല. അവൻ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്ന് തിരുവചനത്തിൽ നമ്മൾക്ക് കാണുന്നുണ്ട്. 2 പത്രോസ് ലേഖനം 3:5 മുതലുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ചു. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ ഹല്ലേലൂയ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമി അതിലെ പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദാത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും നമ്മുടെ മുൻപിൽ വരാൻ പോവുക. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ഒഴിഞ്ഞു പോകാത്ത ഒന്ന് ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആ ഒഴിഞ്ഞു പോകാത്ത ഒന്ന്, നിത്യമായതൊന്ന്, നിലനിൽക്കുന്ന ഒന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെ അവൻ കാണുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്നുള്ള ഭൂമിയും ആകാശവും എല്ലാം പണ്ടത്തേതെല്ലാം ജലപ്രളയത്താൽ മുങ്ങി മരിച്ചു. എന്നാൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. അപ്പോൾ ഇനിയും സംഭവിക്കാൻ പോകുന്നത് ജലപ്രളയമല്ല. എത്ര മഴ വന്നാലും ജലപ്രളയമല്ല വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ആകാശവും അതേ ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നവർ അവർ മനസ്സോടെ മറന്നു കളയുന്നു. അതുകൊണ്ട് കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യർ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കണം. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇടയാക്കി തീർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഒരാളും കൂടെ വന്നെങ്കിലാകട്ടെ, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന്. അതുകൊണ്ടാണ് ഏത് നാഴികയ്ക്ക് ഞാൻ നിങ്ങളുടെ മേൽ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ നമുക്ക് ഉണർന്നിരിക്കുവാൻ തക്കണം. ഹല്ലേലൂയ. നമുക്കൊരു സ്വർഗ്ഗം ഒരുക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാം ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി സന്തോഷിക്കാം. ആ സ്വർലോക നാടൻ്റെ നിത്യനാടാലോകം, സ്വർലോകനാടൻ്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണുമാ നിത്യത.
സ്വർലോക നാടെന്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ആമേ ലോകമേ, ഹായൻ പ്രേമമേ ഹായ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. സ്വർഗത്തിലാണെന്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. സ്വർഗത്തിലാണെന്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. എത്ര മനോഹരം എന്റെ വാസസ്ഥലം, എത്ര മനോഹരം എന്റെ വാസസ്ഥലം. തത്ര കർത്താവൊരു കുന്നിതാ, തത്ര കർത്താവൊരു കുന്നിതാ. സ്വർലോക നാടെന്റെ നിത്യനാടാലോകം നിത്യത. സ്വർലോക നാടെന്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണുമാ നിത്യത. യേശുദാനൻ സമ്പത്താകുന്നേ നിക്ഷേപം, മോക്ഷത്തിലാ നശിക്കില്ലത്. ഈ ലോകലാഭങ്ങൾ ചപ്പും കുപ്പയും, ഈ ലോകലാഭങ്ങൾ ചപ്പും കുപ്പയും. എപ്പോഴും ഛേദമെന്നെണ്ണുന്നേ, എപ്പോഴും ഛേദമെന്നെണ്ണുന്നേ. അർപ്പാനുള്ള ആടെ പോലെണ്ണുന്നേ എന്നെ ഞാൻ വെറുത്തിടുന്നേ നിത്യജീവനായി. അർപ്പാനുള്ള ആടെ പോലെണ്ണുന്നേ എന്നെ ഞാൻ വെറുത്തിടുന്നേ നിത്യജീവനായി. മായമായയേ ഈ ലോക ഭാഗ്യമേ, മായമായയേ ഈ ലോക ഭാഗ്യമേ. സ്വർലോക ഭാഗ്യമെന്നിമ്പമേ, സ്വർലോക ഭാഗ്യമെന്നിമ്പമേ. ഞാൻ എൻ്റെ കാന്തനെ കാണുവാനുള്ളൊരു കാലമാണേയും നല്ലേലൂയാ. ഞാൻ എൻ്റെ കാന്തനെ കാണുവാനുള്ളൊരു കാലമാണേയും നല്ലേലൂയാ. ദുഃഖവും തീർന്നുപോ, മരണവും നീങ്ങിടോ, ദുഃഖവും തീർന്നുപോ, മരണവും നീങ്ങിടും. ബെയ്യൂല നാട്ടിൽ നിത്യായുഗ, ബെയ്യൂല നാട്ടിൽ നിത്യായുഗ. സ്വർലോക നാടെന്റെ നിത്യനാടാലോകം കാണുമാ നിത്യത. സ്വർലോക നാടെന്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണുമാ നിത്യത. സ്വർഗസ്ഥനിഷ്ടമനുഷ്ഠിപ്പോരാകുന്നൻ അപ്പനും അമ്മയും സോദരർ. സ്വർഗസ്ഥനിഷ്ടമനുഷ്ഠിപ്പോൾ ആകുന്നൻ അപ്പനും അമ്മയും സോദരൻ. ദൈവത്തിൻ വേലക്കാർ ഉത്തമ സാക്ഷികൾ, ദൈവത്തിൻ വേലക്കാർ ഉത്തമ സാക്ഷികൾ. വാഗ്ദത്തം പ്രാപിച്ച സിദ്ധന്മാർ, വാഗ്ദത്തം പ്രാപിച്ച സിദ്ധന്മാർ. സ്വർലോക നാടെന്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണുമാ നിത്യത. സ്വർലോക നാടെന്റെ നിത്യനാടാലോകം എന്നു ഞാൻ കാണുമാ നിത്യത. നമുക്ക് ഹല്ലേലൂയ നിത്യമായ ഒരു നാടുണ്ട്, ഒരു നിത്യജീവനുണ്ട്, ഒരു നിത്യ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള വചനപ്രകാരം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്ക് ആ കർത്താവിനെ കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഹല്ലേലൂയ, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ,
അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് വേദനകളാണ് നമ്മൾ അനുഭവിക്കുന്നത്, ആ വേദനയുടെ നടുവിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടിയായി കർത്താവ് ഹല്ലേലൂയ കടന്നു വരും. അല്ല, ഏത് പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് എൻ്റെ കർത്താവ് കടന്നു വരുമെന്ന് ഹല്ലേലൂയ തിരുവചനത്തിൽ കാണുന്നുണ്ട്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ അല്ലെങ്കിൽ നിലവിളിച്ചിട്ട് ഹല്ലേലൂയ കർത്താവേ എനിക്ക് എൻ്റെ വിഷയത്തിന് മറുപടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കർത്താവ് ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഹല്ലേലൂയ കടന്നു വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് അവൻ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ 2 പ്രാവശ്യം എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഓരോ സമയത്തും ഞാൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ പ്രവർത്തിക്കാൻ കഴിയാതെ ഹല്ലേലൂയ മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ സ്നേഹം ഹല്ലേലൂയ അത്ര ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ ഇന്നും എൻ്റെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാ. തീർച്ചയായിട്ടും ഹല്ലേലൂയ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാൻ നമുക്ക്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീതിയുള്ള കർത്താവേ, ഹല്ലേലൂയ നീതിമാനായ ദൈവമേ, ഹല്ലേലൂയ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഹല്ലേലൂയ അവരുടെ നിലവിളിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു ഹല്ലേലൂയ ചെവിയുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവേ, ഏത് വിഷയത്തിൻ്റെ മേലാണ് വേദനിക്കുന്ന ജീവിതങ്ങൾ, ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ തകർന്നവരാണോ, ഹല്ലേലൂയ രോഗദുഃഖാദികളാൽ വേദനിക്കുന്നവരാണോ, ഹല്ലേലൂയ എല്ലാം എടുത്തു മാറ്റുവാൻ, ആ മുഖത്തെ എടുത്തു മാറ്റുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഹല്ലേലൂയ നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ തൊക്കണം. ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിരിക്കുന്ന അവിടെ വിളിച്ചറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവ് വിടുവിച്ച് ഹല്ലേലൂയ സഹായിക്കുന്നതിനായി സ്തോത്രം. ഓരോരുത്തർക്കും മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ വിളിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടിയെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം. തക്ക സമയത്ത് ദൈവം വിടുവിക്കുവാൻ അവൻ്റെ ബലമുള്ള കൈ കീഴ് ഹല്ലേലൂയ താണിരിപ്പാൻ തക്കണം കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരാനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേട്ട് ദൈവം വിടുവിച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.